എന്താടോ അവിടെ ഒരു ബഹളം? മാഡം, വർമ്മ സാറിന്റെ മകളും പിയും കാണാൻ വന്നിട്ടുണ്ട്. സാറിനെ കാണണമെന്നാ അവര് പറയുന്നത്. അവരോട് ഇങ്ങ് വരാൻ പറ. ശരി മാഡം. വരൂ. മാഡം, ഞാൻ വർമ്മ സാറിന്റെ പിയെ. എന്താ കാര്യം? അല്ല മാഡം, ഞങ്ങള് മാഡത്തിനോടൊന്ന് സംസാരിക്കാനായിട്ട് വന്നാ. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാ? സംസാരിക്കാൻ ഒന്നുമില്ല, ബാക്കി പ്രൊസീജിയർ മാത്രം. അക്കാര്യങ്ങളാ ഞാൻ നോക്കുന്നത്. താൻ വർമ്മ സാറിന്റെ ആരാണെന്നാ പറഞ്ഞേ? ഞാൻ വർമ്മ സാറിന്റെ പിയാണ് മാഡം. താൻ മിനിസ്റ്ററുടെ പി എ അല്ലേ, അല്ലാതെ മിനിസ്റ്ററുടെ അഡ്വക്കേറ്റ് ഒന്നും അല്ലല്ലോ. തന്റെ നിൽപ്പും സംസാരവും ഒക്കെ കേട്ടാ തോന്നും മിനിസ്റ്റർ നിരപരാധിയാണെന്നും മിനിസ്റ്ററെ ഇറക്കിക്കൊണ്ടു പോകാനുള്ള പേപ്പറുമായിട്ടൊക്കെയാ താൻ വന്നിരിക്കുന്നതെന്നും. അല്ല മാഡം, അങ്ങനെയൊന്നും അല്ല. ഒരിക്കലും അഹങ്കാരത്തോടെ അല്ല മാഡത്തോട് ഞാൻ സംസാരിച്ചത്. ഞാൻ കാര്യങ്ങൾ എന്താണെന്ന് മാഡത്തിനെ ധരിപ്പിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചതേ ഉള്ളൂ. തന്നെ പോലെ ഒരാള് മിനിസ്റ്ററുടെ മകളുമായി കയറി വന്ന് കുറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് മനസ്സലിയാനല്ല ഞാൻ ഈ സീറ്റിലിരുന്ന് സാലറി വാങ്ങുന്നത്. എടോ, ഒരു നാട് ഭരിക്കുന്ന മന്ത്രിയുടെ കാറിൽ നിന്ന കിലോ കണക്കിന് മയക്കുമരുന്ന് ഞങ്ങൾ പിടിച്ചെടുത്തത്. അതിന്റെ പിന്നിലുള്ള നിജസ്ഥിതി എന്താണെന്ന് അറിഞ്ഞ് അത് ബോധ്യപ്പെടാനുള്ള സമയം ഞങ്ങൾക്ക് വേണം. താൻ ഇങ്ങ് കയറി വന്ന് വർമ്മ സാർ പാവമാണ്, വർമ്മ സാറിനെ ഇറക്കി വിടണമെന്നൊക്കെ പറഞ്ഞാലേ അതൊന്നും നടക്കില്ല. താൻ പുറത്തോട്ടിരുന്നേ. മാഡം പ്ലീസ് മാഡം, ഞങ്ങളൊന്ന് വിശ്വസിക്കണം. ഞാൻ പറഞ്ഞ സത്യമാ. വർമ്മ സാറ് നിരപരാധിയാ. ഇലക്ഷൻ ഡേറ്റിംഗ് അടുത്തു. അത് മുന്നിൽ കണ്ട് സാറിനെ കൊടുക്കാനായിട്ട് ആരോ മനഃപൂർവ്വം ചെയ്തതാണ് മാഡം. അല്ലെങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യുക, ഈ കേസില് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഞാനാണെന്നും മയക്കുമരുന്ന് വെച്ചത് ഞാനാണെന്നും ഞാൻ സമ്മതിക്കാം മാഡം. വർമ്മ സാറിന്റെ തലയിൽ നിന്നും ഈ കേസ് എങ്ങനെയെങ്കിലും ഊരി തരണം മാഡം. എന്താ രാജു ഇത്? നീ എന്തൊക്കെയാ പറയുന്നേ? നീ പുറത്തേക്കുന്നേ? ഇല്ല വർമ്മ സാറേ, എനിക്ക് അങ്ങനെ പുറത്തു പോയി നിൽക്കാൻ പറ്റില്ല. വർമ്മ സാറേ, ഇതിപ്പോ FIR ഇട്ടിട്ടുണ്ടോ? ഇതൊക്കെ പ്രശ്നമാവും. മീഡിയ ഇത് അറിഞ്ഞാ ആഘോഷിക്കും. ഇത്തവണത്തെ ഇലക്ഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകും സാറേ. നമ്മുടെ നാട്ടിലെ ജനങ്ങളും പാർട്ടിയും വർമ്മ സാറിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം നശിക്കും. സാറിന്റെ ഇമേജ് തകരും. എനിക്കതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല സാറേ. താനിത് എങ്ങോട്ടാ കത്തിക്കേറി പോകുന്നേ? കുറ്റം സമ്മതിക്കാനും, അതും എന്റെ അനുവാദം ഇല്ലാതെ? ഇതൊന്നും നടക്കില്ല. താൻ പുറത്തോട്ടെന്നേ. മാഡം പ്ലീസ് മാഡം, ഞാൻ റിക്വസ്റ്റ് ചെയ്യാം മാഡം. ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാം. തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? മാഡം പ്ലീസ് മാഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക് മാഡം. പ്ലീസ് മാഡം, ഇയാളെ പിടിച്ച് പുറത്തോട്ട് നിർത്തി. മാഡം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് മാഡം ദയവ് ചെയ്ത് FIR ഇടല്ലേ മാഡം. പുറത്തോട്ട് നിൽക്കാനല്ലേ പറഞ്ഞേ? പ്ലീസ് അങ്ങോട്ട് പോടോ. അവനെ ഉപദ്രവിക്കരുത്. ദേഹോപദ്രവം ഒന്നും വേണ്ട, പിടിച്ച് പുറത്തോട്ട് നിർത്തിയാ മതി. കുട്ടി പുറത്തേക്ക് നിന്നേ. ഇവിടെ കരച്ചിലും പിഴിച്ചിലും ഒന്നും നടക്കില്ല. പുറത്തോട്ട് ഇറങ്ങി നിൽക്കാനാ പറഞ്ഞേ. മാഡം നമുക്ക് പോ. ഒരു മാഡം. ഇല്ല സർ, FIR എഴുതാൻ പോകുന്നേ ഉള്ളൂ. ഇല്ല സർ, അതില് സംശയമൊന്നുമില്ല.
ഇവരെന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും നമ്മൾ അവരെ കണ്ടെത്തിയ സാഹചര്യം തൊണ്ടി മുതല് ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തില് കേസ് എടുത്തേ പറ്റൂ സർ. അതെ സർ, ഞാൻ എഫ്ഐആർ എഴുതാൻ പോവാ. മാഡം മാഡം എല്ലാം തയ്യാറാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തത്. ആ ഫയലിംഗ് തരൂ. എത്ര രൂപയുടെ മുതലുണ്ടോ? മാഡം അതൊരു 10-60 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാവും. ഏകദേശം 60 ലക്ഷത്തോളം രൂപ വില വരും. കൊള്ളാലോ വർമ്മ സാറേ. എന്നെ കുറിച്ച് അശ്വതിക്ക് ശരിക്കും അറിയാത്തോണ്ടാ. നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പാർട്ടിയാണ്. CM എന്റെ സുഹൃത്തും. എന്നിട്ടും ഞാനല്ല ഇത് ചെയ്തതെന്ന്, എനിക്കെതിരെ മറ്റാരാണോ ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ടോ എന്റെ വാക്കിന് യാതൊരു വിലയും നൽകാതെ എന്നോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നതിൽ എനിക്ക് വളരെയധികം ഖേദമുണ്ട്. എന്ത് ചെയ്യാനാ സാറേ? സാറിന്റെ വണ്ടിയില് മയക്കുമരുന്നുണ്ടായിരുന്നു. ഞാനത് കൈയോട് പിടിക്കുകയും ചെയ്തു. നിയമത്തിന് വിരുദ്ധമായ യാതൊരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല. എന്റെ ജോലിയാ ഞാൻ ചെയ്യാൻ പോകുന്നത്. സാറിനോട് എനിക്ക് ബഹുമാനമുണ്ട്. ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാ സാറ്. സാറ് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മയക്കുമരുന്ന് കൈവശം വെച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത സാറിനെ ഞാൻ ചെയ്യേണ്ട അടുത്ത നടപടി സ്വീകരിക്കുക എന്നല്ലാതെ സാറിന്റെ നിരപരാധിത്വം തെളിയിക്കാനായി സാറിന്റെ ഒപ്പം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അശ്വതിക്ക് എന്നോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ടെന്നൊക്കെ പറയുന്നതിൽ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഇത്രയും വേഗം നിങ്ങൾ വരുന്നു, എന്നെ തടയുന്നു, എന്റെ വണ്ടിയിൽ നിന്നും മയക്കുമരുന്ന് എടുക്കുന്നു, എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരുന്നു, വളരെ ധൃതിയിൽ FIR ഇടുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണുള്ളതെന്നോ അവര് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുവെന്നോ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. മാഡം നമുക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് FIR ഇടണം. ഓക്കെ എന്നാ. എന്ത് രാജു? മാഡം എനിക്ക് ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ല. മാഡം, മന്ത്രിയുടെ മകളെന്ന നിലയിൽ ഇപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ അച്ഛനും മകൾക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ തുറന്നു പറയും മാഡം. എനിക്കൊന്നും പറയാനില്ല മാഡം. സ്വന്തം അച്ഛൻ അറസ്റ്റിലായിരിക്കുമ്പോൾ മൗനം പാലിക്കുകയാണോ മാഡം? ഏയ്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. പ്ലീസ് നിങ്ങളൊന്ന് മാറിക്കേ പ്ലീസ്. നിങ്ങൾ വർമ്മ സാറിന്റെ PA അല്ലേ രാജു? രാജുവിനെ അല്ലേ മാഡം വിവാഹം കഴിച്ചിരുന്നത്? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വർമ്മ സാർ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊരു ന്യൂസ് കേട്ടല്ലോ. ആ ന്യൂസ് സത്യമാണോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങളോട് പോകാനല്ല പറഞ്ഞ. പ്ലീസ് ശല്യം ചെയ്ത് മാറി നിന്ന് പ്ലീസ്. സാറിന് എന്നോടൊന്നും തോന്നരുത്. ഇതെന്റെ ജോലിയുടെ ഭാഗം. എനിക്ക് FIR എഴുതി കേസ് ചാർജ് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് ബോധ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ FIR എഴുതാം. താങ്ക് യു സർ. രാജു, അവർ FIR എഴുതും, അച്ഛന്റെ പേരിൽ കേസും എടുക്കും. ഇതിലെന്തോ വലിയ ചതിയുണ്ട്. ആരും ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ, അത് നമുക്ക് അറിയാവുന്നതല്ലേ. അച്ഛന് ഏറ്റവും വലിയ അഭിമാനം അച്ഛന്റെ സൽപ്പേരും അച്ഛന്റെ ആദർശങ്ങളുമാ. അതിനൊക്കെ ഒരു കളങ്കം വന്നു കഴിഞ്ഞാൽ അച്ഛനത് സഹിക്കാൻ കഴിയില്ല. രാജു എന്തെങ്കിലും പെട്ടെന്നൊന്ന് ചെയ്യണം. ഞാൻ വക്കീലിനെ വിളിക്കാം.
ഇനി ഒരു പ്രശ്നമില്ല. വർമ്മയെങ്കിളുടെ പേരിൽ ഒരു കളങ്കമില്ലാതെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഹൃദയക്ക് വേണ്ടി, എന്റെ വർമ്മയെങ്കിളിന് വേണ്ടി. മാഡം, ഇതാരാ ഈ അടുത്ത തലവേദന? മേ ഐ കം ഇൻ? വരൂ. ഹായ് മാഡം, ഐ എം റോഹൻ. മന്ത്രി സോമരാജന്റെ അനിയന്റെ മകനാണ്. ഓക്കെ, എന്താ വേണ്ടേ? മാഡം, FIR എഴുതുന്നതിന് മുമ്പ് മാഡം ഈ വീഡിയോ ഒന്ന് കാണണം. എന്ത് വീഡിയോ? കാണട്ടെ. ഇതപ്പോ മനഃപൂർവ്വം സാറിനെ കരിവാരി തേക്കാൻ ആരോ ചെയ്ത കെണിയ. മാഡം, ഇതവർ വച്ചത് എന്റെ കാറിലാണ്. എന്റെ കാറിൽ നിന്നും എങ്ങനെ അങ്കിളിന്റെ കാറിൽ ഇത് വന്നതെന്ന് എനിക്ക് സോറി സർ. എനിക്ക് സാറിനോട് കുറച്ച് മോശമായി സംസാരിക്കേണ്ടി വന്നു. എനിക്കിപ്പോ ബോധ്യായി. മിസ്റ്റർ റോഹൻ പറഞ്ഞതുപോലെ നിങ്ങളെ പരിചയമില്ലാത്ത ആരുടെയോ കയ്യില് നിങ്ങൾക്കെതിരെ ആരോ പൊടുത്തുവിട്ട മയക്കുമരുന്നാണ് നിങ്ങളുടെ കാറിൽ വന്നത്. ഞാനിത് വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഞാനിത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഇനിയിപ്പോ എനിക്ക് പോലല്ലേ? ഐ എം എക്സ്ട്രീംലി സോറി സർ. സാറിന് പോവാം. താങ്ക് യു റോഹൻ, താങ്ക് യു സോ മച്ച്. അയ്യോ, എന്താ അങ്കിളെ, അങ്കിൾ ഇങ്ങനെ വലിയ വാക്കുകളൊന്നും പറയരുത്. ഞാൻ ശരിക്കും വരാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ കുറച്ചുകൂടെ മുമ്പ് വന്നിരുന്നെങ്കിൽ അങ്കിളിന് ഇവരുടെ മുന്നിൽ നിന്ന് ഇവര് പറയുന്നൊന്നും കേൾക്കേണ്ടി വരില്ല. മാഡം, ലാബ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത ശേഷം നാളെ എത്തിക്കാം. ശരി മാഡം. രാജു, അച്ഛന്റെ പേരില് അവർ FIR ഒന്നും എഴുതിയിട്ടില്ല. അച്ഛൻ അവര് റോഹന്റെ കൂടെ വിട്ടയക്കുമെന്നാ തോന്നുന്നത്. അതെ, അല്ലെങ്കിൽ വർമ്മ സാറിനെ അവര് പോവാൻ അനുവദിക്കോ മാഡം? അച്ഛൻ സർ, എന്താണ് സാർ ഇത്? സാറിന്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടാവുകയും തെളിവുകളോടെ സാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ സാറിനെ സ്റ്റേഷനിൽ നിന്ന് പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എന്താണ് സാർ ശരിക്കും സംഭവിച്ചത്? സാറിന്റെ പേരിലുണ്ടായ ഈ അലിഗേഷൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ലേ? സാറിന്റെ ശത്രുക്കളാരെങ്കിലും സാറിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ലേ ഇതൊക്കെ? സാറിന്റെ ശത്രുക്കൾ ഇലക്ഷൻ മുന്നിൽ കണ്ട് സാറിനെതിരെ ഇറക്കിയ നാണം കെട്ട ഒരു നമ്പർ ആയിരുന്നില്ലേ ഇത്? ഏയ്, നിങ്ങൾ ഇങ്ങനെ തിരക്കൂട്ടല്ലേ. ഞാൻ പറയാം എന്താ ഉണ്ടായെന്ന്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇലക്ഷൻ മുന്നിൽ കണ്ട് എന്റെ ശത്രുക്കളാരോ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കടക്കുകയും എന്റെ കാറിനുള്ളിൽ മയക്കുമരുന്ന് കൊണ്ടുവെക്കുകയും ചെയ്തു. എനിക്ക് മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയുണ്ടായി.
പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ജനങ്ങളുടെയും സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ പേരിലുണ്ടായിരുന്ന ആരോപണം തെറ്റായിരുന്നുവെന്ന് എസ് പിക്ക് ബോധ്യമായി. നമ്മുടെയൊക്കെ പേരിൽ എന്തെങ്കിലും ആരോപണം ഉണ്ടായാൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ദൈവം ഒരാളെ നിയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേരിലുള്ള ഈ ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് തെളിയിക്കാനായി ദൈവം എനിക്കായി നിയോഗിച്ച ആളാണ് ഈ നിൽക്കുന്ന റോഹൻ. ഈ ചെറുപ്പക്കാരൻ എന്റെ ഫ്രണ്ട് സോമരാജന്റെ അനിയന്റെ മകനാ. റോഹൻ ഇന്ന് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ടും അവന്റെ സമയോചിതമായ ഇടപെടലും കൊണ്ടാണ് എനിക്കിപ്പോ പുറത്തു വരാൻ കഴിഞ്ഞത്. ഊർജ്ജസ്വലരായ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ എന്റെ കൂടെ ഉള്ളപ്പോ എന്നെ അടിയോടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് എന്നെ തൊടാൻ പോയിട്ട് എന്റെ രോമത്തെ പോലും തൊടാൻ പറ്റില്ല. ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി എന്റെ പിന്നാലെ വന്ന് എന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാവുന്നെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്കുള്ള തക്കവരുടെ ശിക്ഷ ഞാൻ നൽകുന്നതായിരിക്കും. ഇത് നിങ്ങളോട് ഞാൻ തുറന്നു പറയുക. അച്ഛാ, മോള് പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. ആ, ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ അവസാനിക്കും, അല്ലെങ്കിൽ ജയിലിൽ. എന്ത് നേരിടാൻ ഞാൻ തയ്യാറാ. സർ, സാറും കൂടെ ക്ഷമിക്കണം. എനിക്ക് ഈ പ്രശ്നത്തില് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനെന്താ രാജു, നീ ചെയ്യേണ്ട സ്ഥാനത്ത് നിന്ന് എല്ലാം റോഹൻ ചെയ്തല്ലോ. അങ്ങളെ കാർ അവിടെ കിടപ്പുണ്ട്, നമുക്ക് കാറിലേക്ക് പോവാം. രാജു, പ്രത്യേക പോവാം. സർ, റോഹനാണോ സാറിന്റെ മകൻ ഋതികയെ വിവാഹം ചെയ്യാൻ പോകുന്നത്? അങ്ങനൊരു വാർത്ത കേട്ടു, അത് ശരിയാണോ? അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ദയവേത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും തലയിടരുത്. നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ? നിങ്ങളൊന്ന് മാറിയുന്നേ. അങ്ങളെ, നമുക്ക് പോവാം. രാജുവാ, സാറ് വയ്ക്കും, ഞാൻ വന്നോളാം. വാ. ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും എപ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്യാതെ തെറ്റുകാരനാവുന്നതും കുറ്റവാളിയാകുന്നതും എല്ലാവർക്കും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നാൽ അധികം ആരും അറിയില്ല. പക്ഷേ അതുപോലെയല്ല ഈ പ്രശ്നം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് തന്നെ ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും എന്നിലേക്ക് തിരിഞ്ഞു. വെറും നിമിഷങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായയും സൽപ്പേരും കളങ്കപ്പെട്ടു. ഞാൻ എന്തു പറഞ്ഞിട്ടും എന്റെ നിരപരാധിത്വം അംഗീകരിക്കാൻ കൂട്ടാക്കാതെ എല്ലാവരും എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു. അതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ച് എന്റെ ഒപ്പം എന്റെ നിഴലായി കൂടെ ഉണ്ടായിരുന്ന രാജുവിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
രാജു ഒന്നും ചെയ്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്നപ്പോഴാ റോഹന്റെ വരവ്. എന്നിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കളങ്കം മായ്ക്കാൻ കഴിയുന്ന ശക്തമായ തെളിവായിട്ട്